നിന്റെ കൈമിലല്ലോ കാര്യമായിട്ട് സംസാരിക്കണം കേട്ടാ. പോയ ഒരു വാക്ക് കിട്ടിയ ഒരു ജീവിതമല്ലേ. പോയാൽ ഓളെ ജീവിതമാണ് അതെനിക്ക് ആലോചിക്കുമ്പോൾ ഞാൻ തന്നെ പറയണ. പിന്നെ ആരാ? അല്ല, എനിക്ക് എൻ്റെ കാര്യം പറയാനേ എനിക്ക് പേടിയുള്ളൂ. പെമ്പിളറ വേറെ ആൾക്കാരുടെ കാര്യം പറയാൻ എനിക്ക്. രശ്മി, ഒരു കാര്യം പറയണ്ട എനിക്ക് എന്നോട്. രശ്മി പോകല്ല, ഒരു കാര്യം പറയട്ടെ. അങ്ങനെയുണ്ട് ഒരു പോക്ക്. എനക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പം കുറെ കാലമായിട്ട് എന്നാന്ന് പറയാൻ ആദ്യം നീ ഒരു സ്ഥലത്തേക്ക് എനിക്ക് പെണ്ണുങ്ങളെ മുഖത്തൊക്കെ വെറു വരും. അതുകൊണ്ടാണ് സനുവിന് കാണാൻ വലിയ ഭംഗിയില്ല, സൗന്ദര്യമില്ല, പണിയില്ല, തുണിയില്ല, പൈസയില്ല, കയറി കിടക്കും വീടില്ല. എന്നാലും ഓനൊന്നൊരു കുറവ്. പക്ഷെ നീ ചിന്തിക്കണം, നിന്നെ ഭയങ്കര ഇഷ്ടവന്. പണ്ട് നമ്മൾ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ സാറ്റ് കളിക്കുമ്പോൾ നിന്നെ കണ്ടാലും അവൻ സാറ്റ് തൊടൂല. ആടെ നീ മനസ്സിലാക്കണം അവൻ്റെ സ്നേഹം. പൊക്കി അടിക്കുന്നുണ്ടെന്തോ. ഞാൻ പഠിച്ച നേഴ്സാർ തന്നെ വലിയ പുച്ഛനല്ലോ. ഇപ്പൊ പുറത്തേക്ക് പോക്കാന്ന് പറഞ്ഞാൽ ഏടുന്ന ഈ ഒലിപ്പിക്കൽ സ്നേഹം വന്നിന്. പുറത്തേക്ക് പോക്കാ? ആ, വെറുതെ അല്ല. സെക്കൻഡ് ഹാൻഡ് പാസ്പോർട്ട് ഉണ്ടോന്ന് ചോദിച്ചേ. കൈസാട് ഓളെ വട്ടം കറക്കും മിക്കവാറും. എനക്കും ഒരു നേഴ്സിനെ കെട്ടണം. ജിതാറിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? അല്ല, കല്യാണം കഴിഞ്ഞ് നോക്കണ്ട, ഒളിവ് പാക്കറ്റ് വേറെ കെട്ടാരോ. നിങ്ങളെല്ലാം ഒരേപോലെ തന്നെയല്ലേ? നീ വയ്ക്ക, നീ രക്ഷപ്പെട്ടോ. ഓള് പുറത്തേക്ക് പോക്കാന്ന് പറഞ്ഞിട്ടുള്ള ശുഷ്കാന്തിനല്ലേ? ഞാനും വിചാരിച്ചു മീൻ വണ്ടി കണ്ട പൂച്ചനെ പോലെ. എന്നാ ഈ ശുഷ്കാന്തി എന്നാ പറഞ്ഞേ? ഓള് പുറത്തേക്ക് പോക്കാന്ന് എഡ്യൂസ് അക്കാഡമി പിടിച്ചിട്ട്. അതെന്താ? എടീ, മെഡിക്കൽ പ്രൊഫഷണലില്ലേ, ആർക്കും വേണ്ട കോച്ചിങ്ങും പ്രോസസ്സിങ്ങെല്ലാം നടന്ന ഒരു സ്ഥാപനമാണ്. വിദേശത്തേക്ക് പോകാനല്ലേ. ഇന്ത്യയിലെ നമ്പർ 1 അക്കാദമിയാണത്. ഈ കോഴിക്കോടും തിരുവല്ലയും പെരിന്തൽമണ്ണ തൃശ്ശൂർ ഇടയിലുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ടത്. അതുപോലെ 10 കൊല്ലം കൊണ്ട് 30,000-ലധികം ആൾക്കാർ കയറ്റി വിട്ടിട്ടുണ്ട്. രക്ഷപ്പെടല്ലേ? രക്ഷപ്പെടുത്താൻ മതി. എന്നാ പിന്നെ ഓളെ കെട്ടി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുമ്പോൾ നമ്മൾ രണ്ടാളും രക്ഷപ്പെടണം. ഒരു കാര്യം, നമുക്ക് നാളെ കോഴിക്കോട് പോവാം. എൻ്റെ എഡ്യൂസിൻ്റെ മുമ്പിൽ വെക്കാം. കാര്യങ്ങൾ സെറ്റാക്കാം. ബാ.